ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈറ്റിൽ പോലെ തന്നെ വലിയവർക്കും വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുല്ലപ്പൂവിൻ്റെ ക്ലിപ്പുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് മുല്ലപ്പൂ വെച്ചിട്ടൊരു ക്ലിപ്പാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മുടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന, ഇപ്പോൾ വലിയ മുടിയൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ക്ലിപ്പാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഫെൽറ്റ് ഷീറ്റ്, ഈ ഒരു സോഫ്റ്റ് പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവമാണ് ഫെൽറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഒരുപാട് പേര് ഈ ഒരു സംഭവം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ വൈറ്റ് സാധനം എന്താണെന്നുള്ളത്. ഫെൽറ്റ് ഷീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. കുറച്ച് പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഫെവി ബോണ്ടിൻ്റെ പശ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പശയാണെങ്കിൽ ആ മുല്ലപ്പൂ മൊട്ടിപ്പം പൂക്കൾ ഒട്ടിയിരിക്കുന്ന ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നല്ല രീതിയിൽ ഇളകിപ്പോകാതെ ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതുപോലെ പശ വെച്ചൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒട്ടിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് മൊത്തം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. ബ്ലാക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ കൂടുതലും വൈറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഫെൽറ്റ് ഷീറ്റും ഈ മുല്ലപ്പൂ മൊട്ടും അതുപോലെ പോളനും എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് മോത്തിയിൽ നിന്നാണ്. പിന്നെ കുറച്ച് ഇൻസ്റ്റഗ്രാമിലുള്ള കുറച്ച് സ്റ്റോർസും ബോ ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ തന്നെ ക്ലിപ്സ് ആൻഡ് ബോസ് ബൈ വാമീസ്, അങ്ങനത്തെ കുറച്ച് ഇൻസ്റ്റാ പേജിൽ നിന്നും ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. അല്ലെങ്കിൽ അല്ലാത്ത ഓൺലൈൻ സ്റ്റോറിലൊക്കെ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പം നമ്മളിതുപോലെ മുല്ലപ്പൂ മൊട്ടെല്ലാം ഇങ്ങനെ ആ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ ഇപ്പോൾ ഫെവി ബോണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ഒട്ടിയിരുന്നോളും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പശ തൂത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഹോട്ടായിട്ടുള്ള ആ ഗ്ലൂ തൂത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കാൻ നോക്കണം, എങ്കിലേ നല്ല രീതിയിൽ അത് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആ ഒരു ഷീറ്റ് മൊത്തത്തിൽ, ഞാനിപ്പം എടുത്തിരിക്കുന്ന ക്ലിപ്പെന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ അമ്മയുടെ പഴയ ഒരു ക്ലിപ്പാട്ടോ. ഒരു ഗോൾഡൻ, നമുക്ക് ആ ക്ലിപ്പ് തന്നെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പ്ലെയിനായിട്ട്, ഡിസൈനൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് ആ ഒരു ക്ലിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് മോത്തി എന്ന് പറഞ്ഞ സ്റ്റോറിലുണ്ട് കേട്ടോ അങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനത്തെ ക്ലിപ്പിൽ നമുക്കിങ്ങനെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ട് നമുക്ക് പല പല ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ആണെങ്കിൽ തുണി വെച്ചിട്ടുള്ള ബോസ് ആണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്കങ്ങനെ ഫെൽറ്റ് ഷീറ്റിലും ഒക്കെ ഒട്ടിച്ചിട്ട് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു ഷീറ്റ് മൊത്തത്തിൽ ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഓണത്തിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഹാഫായിട്ടുള്ള മുടിയൊക്കെ ഇങ്ങനെ ഹാഫായിട്ട് കെട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അല്ലാതെ ഫുള്ളായിട്ടും നമുക്കിങ്ങനെ മുടിയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങളത് മുടിയൊക്കെ കെട്ടി ഇട്ടാൽ മതി. ഇപ്പം ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര്, ഏകദേശം ഒരു 10-11 ഹെയർ ബോ എങ്കിലും എനിക്ക് അത്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ. കാരണം ഇത് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് എനിക്ക് അത്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വന്ന എൻക്വയറീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടൈം ഇല്ലാത്തത് കൊണ്ട് കളയുമായിരുന്നു. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇൻസ്റ്റയിൽ നിന്നാണെങ്കിലും FB നിന്നാണെങ്കിലും വന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിനൊരു മടുപ്പ് തോന്നത്തില്ലേ? അപ്പം അതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണും, എങ്കിൽ മാത്രമേ ഞാൻ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുന്നത്, അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു ഫെൽറ്റ് ഷീറ്റിൽ മൊത്തത്തിൽ ഒട്ടിച്ച് അത്രയും കവർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളതിന് പ്ലെയിൻ ആയിട്ടുള്ള ക്ലിപ്പ് എടുക്കുന്നുണ്ട്. ആ ക്ലിപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതുപോലെ പശ ഇങ്ങനെ നല്ല രീതിയിൽ തൂത്ത് കൊടുത്തതിന് ശേഷം അതങ്ങ് മണ്ടയ്ക്കോട്ടങ്ങ് ഒട്ടിച്ചങ്ങ് വെച്ചാൽ മതി. അത്രമാത്രമേ ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ.
അപ്പം ഞാനാണെങ്കിൽ നടുക്ക് പോളനൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ഹെയർ ബോ ചെയ്തതിൻ്റെ ബാക്കി വന്ന കുറച്ച് പോളൻസ് ആട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ചില ഹെയർ ബോസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ശരിയാവാതെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ എടുത്ത ഒരു പോളനാണ് ഇപ്പോൾ ഞാൻ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു 3 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഫ്ലവർ പോലെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പോളനൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ അകത്തോട്ടിങ്ങനെ കയറ്റി ആ ഒരു നൂല് കാണാത്ത വിധത്തിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഹെയർ ബോ ഫസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ അത് കറക്റ്റ് ഞാനിങ്ങനെ ചെയ്താണ് സത്യം പറഞ്ഞാൽ ഒരു പെർഫെക്ഷൻ ലെവലിലോട്ട് എത്തിയത് തന്നെ. അപ്പം ആദ്യമൊക്കെ ചെയ്ത് കൊടുത്തതൊക്കെ എനിക്കിപ്പോൾ കാണുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ട്. അപ്പം ഇപ്പോഴാണ് നമ്മളതിങ്ങനെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യവും സെറ്റായി വരത്തുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഗോൾഡൻ കളർ അമ്മയുടെ ഒരു പഴയ ക്ലിപ്പാട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ എന്തോ ഒരു ഫ്ലവർ എന്തോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇളകിപ്പോയത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഈ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഒരു സംഭവം ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വളഞ്ഞാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളച്ചങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഹെയർ ബോയുടെ മെറ്റീരിയൽസും അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ ഞാനീ പറഞ്ഞ 3 സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനത്തെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ മെറ്റീരിയൽസും വിൽക്കുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോ സ്റ്റോറുകാരോടും വിലയും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണം ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കണമെന്നൊന്നുമില്ല. കുറച്ച് ജസ്റ്റ് ഒന്ന് വില കുറഞ്ഞ കുറച്ച് ഐറ്റംസ് ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധനം വിറ്റ് പോകുന്നതനുസരിച്ച് ട്രെൻഡ് അനുസരിച്ച് നമുക്കത് മാറ്റി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ക്ലിപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മളിതുപോലെ ഇപ്പോൾ ഈ ഫെവി ബോണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിടും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ഒട്ടിയിരുന്നോളും. പിന്നെ അത് എത്ര വലിച്ചെന്ന് പറഞ്ഞാലും അത് ഇളകി പോരത്തില്ല. അഥവാ ഇളകുവാണെങ്കിൽ തന്നെ അത് മൊത്തത്തിൽ അത് നാശമായി പോകും. അതുപോലാണ് അത് ഒട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പശ യൂസ് ചെയ്യുന്നതിന്. പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ ആ ഒരു പശ വാങ്ങിച്ചിട്ടില്ല. ഫെവി ഓൾ ഫിക്സ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു പശ. അതിന് മാർക്കറ്റിൽ ഏകദേശം 50 രൂപയാണ് ചെറിയൊരു ട്യൂബിന് തന്നെ. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഇനി അത് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലിപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് ഈ ഒരു ക്ലിപ്പ് എല്ലാവർക്കും സ്കൂളുകളിലും കോളേജുകളിലും ടീച്ചേഴ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ ഡിയർ.